ഇപ്പോൾ സാധാരണ സ്ത്രീകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, അതല്ലെങ്കിൽ സ്കൂൾസ്. ഇത് എവിടെ നിന്ന് കയറിയാന്ന് എനിക്കറിയില്ല. ഈ സാധനം മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്. ഒരുപാട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേര് വീട്ടിലിരിക്കുന്നത്, വെറുതെ ഇരിക്കുകയാണ്, പുട്ടും കടല ഉണ്ടാക്കി വീട്ടിലിരുന്നിട്ട് എന്ത് കാര്യം? ഇതല്ലല്ലോ ചെയ്യേണ്ടത്. ഇവർക്കൊക്കെ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലൊരു എൻവയോൺമെന്റ് ആണ് GCC കൺട്രീസിൽ കൊടുക്കുന്നത്. എസ്പെഷ്യലി ലേഡീസിന്. ഭാര്യമാർക്ക് പറയാറുണ്ട്, ഇപ്പൊ ഒരു മാളിലൊക്കെ പോയാലും ഒരാൾ നോക്കാൻ പോലില്ല, ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും ആൾക്കാർക്ക് പേടിയാണ്. അത്രയും സേഫ് ആണ്. ഇപ്പൊ സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലൊക്കെ ഏത് സമയത്തും ട്രാവൽ ചെയ്യാം, സ്വന്തമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഒരു കാര്യത്തിനുമില്ല. ഇപ്പൊ സൗദിയിൽ സ്ത്രീകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ചെറുകിട ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ചെറിയ ഇൻക്യുബേറ്റേഴ്സ് ചെയ്യാം. നിങ്ങളെ കയ്യിൽ ഒരു നല്ല പ്രൊജക്ട് ഉണ്ട്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. സൗദിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോറിൻ കമ്പനി വേണം. ഈ ഫോറിൻ കമ്പനി ഒന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ UAE എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, സെയിം മെത്തേഡിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് മിഷന്റെ അണ്ടറിൽ ഒരു വ്യക്തി പേരിൽ ലൈസൻസ് കിട്ടും.